ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളാണ് ജൂൺ 1-ന് വിധിയെഴുതുക. അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കർത്തവ്യപഥിൽ നടക്കുമെന്ന് സൂചന. ജൂൺ 9-നോ 10-നോ സത്യപ്രതിജ്ഞ നടത്താനാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ജൂൺ 1-ന് ജനവിധി രേഖപ്പെടുത്തും. 7 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലെ 13-ഉം ബംഗാളിലെ 9-ഉം ബീഹാറിലെ 8-ഉം മണ്ഡലങ്ങൾ അവസാന ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. പഞ്ചാബിലെ 13-ഉം ഹിമാചൽ പ്രദേശിലെ 4-ഉം ഒഡീഷയിലെ 6 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. 57-ൽ 30 മണ്ഡലങ്ങളും BJP NDA സഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഹിമാചലിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, കങ്കണ റണൌത്ത്, വിക്രമാദിത്യ സിംഗ്, ചണ്ഡീഗഡിൽ മനീഷ് തിവാരി, പട്യാലയിൽ അമരീന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് കൗർ, ബംഗാളിൽ അഭിഷേക് ബാനർജി തുടങ്ങിയവരാണ് അവസാന ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കർത്തവ്യപഥിൽ നടത്തുമെന്നാണ് സൂചന. 8000-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായി നടത്തുന്ന ചടങ്ങിന്റെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് ആലോചന നടന്നു. ജൂൺ 9 അല്ലെങ്കിൽ 10 തീയതികളിൽ സത്യപ്രതിജ്ഞ നടത്തുമെന്നാണ് വിവരം. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന നേരത്തെ രാജ്പഥ് എന്നറിയപ്പെടുന്ന മേഖല കർത്തവ്യപഥ് എന്ന് പുനർനാമകരണം ചെയ്തത് മോദി സർക്കാരാണ്. 5ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ തന്നെ സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷം ലഭിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ജനം, ഡൽഹി.